അസ്സലാമു ബി എ അഫ്ളൽ ഉലമ ഒന്നാം സെമസ്റ്ററിലെ എലമെന്റ്സ് ഓഫ് അറബിക് ലാംഗ്വേജ് എന്ന കോഴ്സിൻ്റെ ഫസ്റ്റ് ബ്ലോക്കാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അൽ കലിമാത്തുൽ അറബിയ അൽ ഇസ്ം. ഈ ബ്ലോക്കിൽ അറബി ഭാഷയിലെ വാക്കുകളെക്കുറിച്ച്, അതിൻ്റെ പ്രധാന ഇനമായിട്ടുള്ള നാമങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതൊരു ഭാഷയുടെയും അടിസ്ഥാന യൂണിറ്റ് വാക്കുകളാണല്ലോ. വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ രൂപപ്പെടുത്തുകയും വാക്യങ്ങളിലൂടെ ആശയവിനിമയം നടത്തുകയും ചെയ്യുക എന്നതാണ് ഭാഷയുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അവിടെ അറബി ഭാഷയിലെ കലിമത്തുകളെക്കുറിച്ച് അഥവാ വാക്കുകളെക്കുറിച്ച് പറയുമ്പോൾ അത് 3 വിഭാഗങ്ങളിലാണ്. അതായത് അൽ ഇസ്മു വൽ ഫിഅലു വൽ ഹർഫു. അൽ കലിമാത്തുൽ അറബിയ അല സലാഹത്തി അൻവാഇൻ. അറബി ഭാഷയിലെ വാക്കുകളെ 3 വിഭാഗങ്ങളിലാക്കി തിരിക്കാൻ പറ്റും. ഒന്നാമത്തെ ഇനം ഇസ്മ അഥവാ നൗൺ, നാമങ്ങളാണ്. രണ്ടാമത്തേത് അൽ ഫിഅൽ അഥവാ വേർബ് അഥവാ ക്രിയകളാണ്. ഈ 2 വിഭാഗങ്ങളിൽ പെടാത്ത വാക്കുകളെ ഹർഫ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. അൽ ഇസ്മു വൽ ഫിഅലു അൽ ഹർഫു. ആദ്യമായിട്ട് ഇസ്മിനെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് അൽ ഇസ്മു അൻവാഉഹു. ഇസ്മും അതിൻ്റെ വിവിധ ഇനങ്ങളും. തുടക്കത്തിൽ നമുക്ക് ഏതാനും ചില വാക്കുകൾ പരിചയപ്പെടാം. ജാബിർ, ബൈറൂത്ത്, ദുബ്, അർസ്, കുറത്ത്. ജാബിർ എന്നത് ഒരു വ്യക്തിയുടെ പേരാണ്, നമുക്കറിയാം. ബൈറൂത്ത് എന്നതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ദുബ് എന്നതൊരു ജീവിയുടെ, മൃഗത്തിൻ്റെ പേരാണ്. അതുപോലെ അർസ്, നെല്ല് എന്ന് പറയുമ്പോൾ അതൊരു ധാന്യത്തിൻ്റെ പേരാണ്. കുറത്ത് എന്നതൊരു വസ്തുവിൻ്റെ പേരാണ്. ബോൾ, പന്ത് എന്നൊക്കെയാണ് അർത്ഥം. വളരെ സുപരിചിതമായിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ എന്താണ് ഇസ്മ എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ലളിതമായിട്ട് പറയാം. അൽ ഇസ്മു മാ ദല്ല അല ഇൻസാനിൻ ഔ മക്കാനിൻ ഔ ഹയവാനിൻ ഔ നബാത്തിൻ ഔ ജമാദിൻ ഔ അയ്യി ഷൈഇൻ ആഖർ. ഇസ്മ എന്നത് അതൊരു കലിമത്താണ്. ദല്ല, അത് അറിയിക്കുന്നുണ്ട്, അല ഇൻസാനിൻ, ഒരു വ്യക്തിയുടെ മേൽ, ഔ മക്കാനിൻ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ മേൽ, ഔ ഹയവാനിൻ, അല്ലെങ്കിൽ ഒരു ജീവിയുടെ, മൃഗത്തിൻ്റെ മേൽ, ഔ നബാത്തിൻ, ഒരു സസ്യത്തിൻ്റെ മേൽ, ഔ ജമാദിൻ, അല്ലെങ്കിൽ ഒരു അചേതന വസ്തുവിൻ്റെ മേൽ, ഔ അയ്യി ഷൈഇൻ ആഖർ, ഇതൊന്നുമല്ലാത്ത എന്തെങ്കിലും വസ്തുക്കളുടെ, ആശയങ്ങളുടെ, വ്യക്തികളുടെ മേൽ അറിയിക്കുന്ന വാക്കുകളെ നമുക്ക് ഇസ്മ എന്ന് വിളിക്കാം. അടുത്തായിട്ട് ഇസ്മിനെ നൗണിനെ നമുക്ക് 2 പ്രധാന വിഭാഗങ്ങളാക്കി തിരിക്കാൻ പറ്റും. സ്ത്രീലിംഗം, പുല്ലിംഗം. അൽ മുദക്കറു വൽ മുഅന്നസു. അൽ മുദക്കർ മാന പുല്ലിംഗം, മാസ്കുലിൻ. മുഅന്നസ് മാന സ്ത്രീലിംഗം, ഫെമിനിൻ. നിർവചിക്കേണ്ട ആവശ്യമില്ല മുദക്കർ എന്താണ്, മുഅന്നസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അറബി ഭാഷയിൽ സ്ത്രീലിംഗ പദങ്ങൾ തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട്. അലാമാത്തു തഅനീസ് എന്ന് പറയും. അലാമാത്തു തഅനീസ്, ഒരു നാമം സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ചില അടയാളങ്ങൾ. ഒന്നാമത്തത് അത്താഉൽ മർബൂത്ത. അത്താഉൽ മർബൂത്ത എന്ന് പറയും. ഫാത്തിമ, ആയിഷ എന്നൊക്കെ പറയുമ്പോൾ അവസാനം കാണുന്ന തായിനെ നാം താഉ തഅനീസ് എന്നാണ് പറയുക. തഅനീസിൻ്റെ താ, സ്ത്രീലിംഗത്തിൻ്റെ അടയാളമായി വർത്തിക്കുന്ന താ. ഫാത്തിമത്തുൻ, ആയിഷത്തുൻ എന്നൊക്കെ പറയുമ്പോൾ അവസാനത്തെ ആ തായിനെ നാം എന്ത് പറയും? അത്താഉൽ മർബൂത്ത. അത് സ്ത്രീലിംഗ പദമാണ് എന്ന് സൂചിപ്പിക്കുന്ന അടയാളമാണ്. പിന്നെ രണ്ടാമത്തെ അടയാളം അൽ അലിഫുൽ മഖ്സൂറ. അൽ അലിഫുൽ മഖ്സൂറ എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം ഫത്ഹ് ആവുകയും അതിനെ ദീർഘിപ്പിക്കാൻ വേണ്ടി അലിഫ് ചേർക്കുകയും ചെയ്യുക. ഉദാഹരണം സൽമ,
സൽമ എന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരമായിട്ടുള്ള മീം, അതിന് ഫത്ഹാണ്. അതിനെ ദീർഘിപ്പിക്കാനാണ് അവസാനം അലിഫ് ചേർത്തിട്ടുള്ളത്. സൽമ. അതുപോലെ ലൈല, ലൈല. ഈ രണ്ട് പദങ്ങളുടെയും അവസാനത്തെ അലിഫിനെയാണ് നാം അൽ അലിഫുൽ മഖ്സൂറ എന്ന് വിളിക്കുന്നത്. ഇതും സ്ത്രീലിംഗമാണെന്ന് സൂചിപ്പിക്കുന്ന അടയാളമാണ്. അതുപോലെ അൽ അലിഫുൽ മംദൂദ അഥവാ അല്യാ, അദ്റാ, ഷൈമാ, ഈ മൂന്ന് വാക്കുകളുടെ അവസാനത്തിൽ കാണുന്ന അലിഫ് പ്ലസ് ഹംസ, അതിനെയാണ് അൽ അലിഫുൽ മംദൂദ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ മൂന്ന് അലാമത്തുകളാണ് അലാമത്തു തഅനീസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്. എന്നാൽ ഫീ ബഅദിൽ അഹ്യാൻ, ചില സന്ദർഭങ്ങളിൽ തകൂനു ഖാലിയത്തൻ മിൻ അദാത്തി തഅനീസ്, ഇത്തരം അടയാളങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണില്ല. അപ്പോഴും നാം അതിനെ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക. അറബികൾ അങ്ങനെയാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഉപയോഗത്തിലൂടെ മുഅന്നസാകുന്ന വാക്കുകളും സ്ത്രീലിംഗമായിട്ട് പരിഗണിക്കപ്പെടുന്ന വാക്കുകളും അറബിയിലുണ്ട്. അത് ഉദാഹരണം ദിമഷ്ക്. ദിമഷ്ക് എന്നതൊരു സ്ഥലത്തിൻ്റെ പേരാണല്ലോ. സ്ഥലത്തിൻ്റെ പേരുകൾ പൊതുവെ അറബി ഭാഷയിൽ മുഅന്നസായിട്ടാണ് പരിഗണിക്കപ്പെടുക. പിന്നെ സുആദ്. സുആദ് എന്നത് ഒരു സ്ത്രീയുടെ പേരാണ്. അവിടെ സുആദ് എന്ന് പറയുമ്പോൾ ആ വാക്കിന് പ്രത്യക്ഷത്തിൽ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് സ്ത്രീലിംഗ പദത്തിന്റെ അടയാളങ്ങൾ, അലാമത്തുകളൊന്നും കാണാനില്ല. എങ്കിലും അത് മുഅന്നസാണ്. ഇങ്ങനെ അടയാളങ്ങളൊന്നും ഇല്ലാതെ സ്ത്രീലിംഗമായിട്ട് പരിഗണിക്കപ്പെടുന്ന വാക്കുകൾ എന്ന് പറയുമ്പോൾ അത് നാം പറഞ്ഞു, അത് ഒന്നാമതായിട്ട് വരുന്നത് അൽ അസ്മാഉൽ ജുഗ്റാഫിയ, അതായത് സ്ഥലത്തിൻ്റെ പേരുകൾ. സ്ഥലത്തിൻ്റെ പേരുകളെ മുഅന്നസായിട്ടാണ് അറബി ഭാഷയിൽ പരിഗണിക്കപ്പെടുന്നത്. ദിമഷ്ക്, മിസ്ർ, ഹിന്ദ്, കേരള, കൊല്ലം, കോഴിക്കോട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ പേരുകൾ അറബി ഭാഷയിൽ സ്ത്രീലിംഗ പദമായിട്ടാണ് പരിഗണിക്കപ്പെടുക. അതിൻ്റെ ഒരു ഗ്രാമാറ്റിക്കലായിട്ടുള്ള നിയമങ്ങൾ പറയുമ്പോൾ അതിനെ മുഅന്നസായിട്ടാണ്, സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കപ്പെടുക, സ്ഥലങ്ങളുടെ പേരുകൾ. പിന്നെ മറ്റൊന്ന് അജ്സാഉൽ ജിസ്മില്ലത്തി തഅതി അസ്വാജൻ, ഇരട്ടയായിട്ട് വരുന്ന ശരീരത്തിലെ അവയവങ്ങൾ. ശരീരത്തിലെ അവയവങ്ങൾ ഇരട്ടയായിട്ട് വരുന്ന കൈ, കാല്, കണ്ണ്, ചെവി, ഇങ്ങനെയുള്ള അവയവങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ നാം സ്ത്രീലിംഗ പദമായിട്ടാണ് ഉപയോഗിക്കുക. ഐന് എന്ന് പറഞ്ഞാൽ അവിടെ അലാമത്ത് തഅനീസ് ഒന്നും കാണാനില്ലെങ്കിലും ഐന് എന്നുള്ളത് അറബികൾ സ്ത്രീലിംഗ പദമായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. ഐന്, ഉദുന്, ചെവി. അതുപോലെ യദ്, റിജില്, ഇതൊക്കെയും ഇരട്ടയായിട്ടുള്ള അവയവങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുന്നത്. അതേസമയം ഒറ്റയായിട്ട് വരുന്ന അവയവങ്ങളൊക്കെ പുല്ലിംഗമായിട്ടും പരിഗണിക്കും. ഇപ്പോൾ ലിസാന്, അതുപോലെ അൻഫ്, മൂക്ക്, റഅസ്, ഇതൊക്കെ പുല്ലിംഗമാണ്. ഇരട്ടയായിട്ട് വരുന്നതൊക്കെ സ്ത്രീലിംഗമാണ്. പിന്നെ മറ്റൊരു നിയമം ബഅദുൽ അസ്മാ അൽ ഉഖ്റ, ചില ഇസ്മുകൾ, ചില നാമങ്ങൾ മുഅന്നസത്തുൻ, അത് മുഅന്നസാണ് ബിദൂനി അയ്യി സബബിൻ വാളിഹിൻ, അതിൽ നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാനില്ല. അറബികൾ അങ്ങനെ അത് ഉപയോഗിച്ചു, മുഅന്നസായിട്ട് പരിഗണിച്ചു എന്നതല്ലാത്ത മറ്റൊരു കാരണവും പറയാനില്ല. അങ്ങനെയുള്ള ചില ഇസ്മുകൾ, നൗണുകളും അറബി ഭാഷയിലുണ്ട്. ഉദാഹരണം അർള്. അർള് എന്നുള്ളത് ഭൂമി എന്നാണ് അർത്ഥം. അത് സ്ത്രീലിംഗമായിട്ടാണ് അറബി ഭാഷയിൽ പരിഗണിക്കുന്നത്. അതുപോലെ ദാറ്. ദാറ് എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം. അതിനെയും സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുന്നത്. ഷംസ്, സൂര്യൻ. അതുപോലെ നാറ്, അഗ്നി. നഫ്സ് അഥവാ ആത്മാവ്, ശരീരം. ഈ വാക്കുകളൊക്കെ അറബി ഭാഷയിൽ
മുഅന്നസായിട്ടാണ് പരിഗണിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും പറയാനില്ല. ഇങ്ങനെ മുഅന്നസുകളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ഇങ്ങനെ മുഅന്നസായിട്ട് പരിഗണിക്കപ്പെടുന്നതും അതുപോലെ മുഅന്നസ് എന്ന് ഹഖീഖിയായിട്ട് നമുക്ക് വിളിക്കാവുന്നതുമായിട്ടുള്ള വാക്കുകളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് മുദക്കർ അഥവാ പുല്ലിംഗം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ആ ഒരു ഡിസ്കഷൻ പാർട്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ടേബിൾ കൊടുത്തത് കാണാൻ കഴിയും. അതിലെ ഒന്നാമത്തെ കോളത്തിൽ റജുല്, അസദ്, ഖാലിദ്, സാലിം. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ കൊടുത്ത വാക്കുകളൊക്കെയും യഥാർത്ഥത്തിൽ തന്നെ പുരുഷനെ അറിയിക്കുന്നതാണ്, പുല്ലിംഗത്തെ അറിയിക്കുന്നതാണ്. റജുല് എന്ന് പറഞ്ഞാൽ പുരുഷൻ, അസദ് എന്ന് പറയുമ്പോൾ ആൺസിംഹത്തിന്റെ പേരാണ്, ഖാലിദ് ഒരാളുടെ പേരാണ്, സാലിം ഒരു പുരുഷന്റെ പേരാണ്. അവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ അത് പുല്ലിംഗത്തിൽ വരുന്നതാണ്. അറബി ഭാഷയിലും അത് പുല്ലിംഗമായിട്ടാണ് പരിഗണിക്കപ്പെടുക. പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത്, രണ്ടാമത്തെ കോളത്തിൽ കാണുന്നത് ഖലമ്, ജബല്, കിതാബ്, ബഹർ. ഖലം എന്ന് പറഞ്ഞാൽ പേന എന്നാണ്, ജബല് പർവ്വതാണ്, കിതാബ് പുസ്തകമാണ്, ബഹർ സമുദ്രമാണ്. ഈ പറഞ്ഞ വാക്കുകളൊക്കെ അവിടെ അതിൻ്റെ ഒരു ആശയം ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ത്രീലിംഗം പുല്ലിംഗം എന്നൊരു ഡിവൈഡ്, ഒരു വർഗീകരണത്തിന് എന്താ പറയുക പ്രസക്തി ഇല്ല. എന്നിരുന്നാലും അറബി ഭാഷയിൽ ഭാഷാപരമായിട്ട് ഈ വാക്കുകളൊക്കെയും പുല്ലിംഗമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ അത് മുദക്കറിന്റെ ഇനത്തിൽ വരുന്നതാണ്. അത് ഹഖീഖിയായിട്ട് മുദക്കറാണോ മുഅന്നസാണോ എന്നതിന് പ്രസക്തി ഇല്ലെങ്കിൽ പോലും അവിടെ എന്താണ്, അവിടെ അത് അറബി ഭാഷയിൽ ഇസ്തിഅമാല് കൊണ്ട് അത് എന്താണ്, മുദക്കറാണ്. പിന്നെ മൂന്നാമത്തെ കോളത്തിൽ ഉമ്മ്, ദാറ്, സുആദ്, നാറ്. ഈ പറഞ്ഞ വാക്കുകളൊക്കെ എന്താണ്, സ്ത്രീലിംഗങ്ങളാണ്. സ്ത്രീലിംഗമാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഉമ്മ എന്ന് പറയുമ്പോൾ ഉമ്മ മാതാവ്, ദാറ് ഉപയോഗം കൊണ്ട് മുഅന്നസാണ്, സുആദ് അതും സ്ത്രീയുടെ പേരാണ്, നാറ് അതും അറബി ഭാഷയിൽ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ വാക്കുകളൊക്കെയും നമുക്കറിയാം മുഅന്നസുകളാണ്. എന്നിരുന്നാലും അതിന് പ്രത്യക്ഷത്തിൽ മുഅന്നസിൻ്റെതായി പറയപ്പെട്ട അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. താവുൽ മർബൂത്ത ഇല്ല, അലിഫുൽ മംദൂദ ഇല്ല, അലിഫ് മഖ്സൂറയും ഇല്ല. പക്ഷെ അത് ഈ പറഞ്ഞതൊക്കെയും മുഅന്നസാണ്. പിന്നെ നാലാമത്തെ കോളത്തിൽ ഖലീഫ, അൻതറ, ഉബൈദ, ഉസാമ. ഖലീഫ, അൻതറ, ഉബൈദ, ഉസാമ. ഖലീഫ എന്നുള്ളത് ഭരണാധികാരി എന്നാണ് അതിൻ്റെ അർത്ഥം. അൻതറ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ്. അൻതറത്തു ബിനു ഷദ്ദാദ് എന്നുള്ളത് ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചൊരു കവിയുടെ പേരാണ് അൻതറ. ഉബൈദ എന്നുള്ളതും ഒരാളുടെ പേരാണ്, പുരുഷന്റെ പേരാണ്. ഉസാമത്ത് എന്നുള്ളതും പുരുഷന്റെ പേരാണ്. അപ്പൊ അവിടെ ആ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് പുല്ലിംഗ പദങ്ങളാണ്. പുല്ലിംഗ പദങ്ങളായിട്ടാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ അവസാന ഭാഗത്ത് സ്ത്രീലിംഗ പദത്തിന് സാധാരണഗതിയിൽ കാണാറുള്ള അടയാളമായിട്ടുള്ള താവുൽ മർബൂത്ത ചേർന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയും ചില പദങ്ങൾ അറബി ഭാഷയിലുണ്ട്. അതായത് അലാമത്ത് തനീസ് ചേർന്ന് വരും, എന്നിരുന്നാലും അവയെ മുദക്കറായിട്ട് പരിഗണിക്കും, മുദക്കറാണ്. അങ്ങനെയുള്ള ചില വാക്കുകൾ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അഞ്ചാമത്തെ കോളത്തിൽ ജമീല, സൽമ, അല്യ, ഫാത്തിമ. അതില് ലഫ്ളിയായിട്ട് അലാമത്ത് കൊണ്ട് തന്നെ മുഅന്നസാണ്, ഹഖീഖിയായിട്ടും മുഅന്നസാണ്. അതൊക്കെയും സ്ത്രീലിംഗങ്ങളാണ്. ഇങ്ങനെ ഒരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വിശകലനം ചെയ്താൽ മുദക്കർ മുഅന്നസ് സംബന്ധമായിട്ടുള്ള അറബി ഭാഷയിലുള്ള വാക്കുകളുടെ ഒരു പാറ്റേൺ ഏതൊക്കെ രൂപത്തിലാണ് വരുന്നത് എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇസ്മിന്റെ മറ്റൊരു കാറ്റഗറൈസേഷൻ പരിചയപ്പെടാം.
ഇസ്മിനെ ജെൻഡർ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുദക്കർ, മുഅന്നസ്, സ്ത്രീലിംഗം, പുല്ലിംഗം എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന രൂപം നമ്മൾ പറഞ്ഞു. ഇനി നാം നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് അറബി ഭാഷയിലെ വാക്കുകളെ എങ്ങനെ തരംതിരിക്കാം എന്നതാണ് നോക്കുന്നത്. ഇത് 3 വിഭാഗങ്ങളാണ്: മുഫ്രദ്, മുസന്ന, ജംഅ്. മുഫ്രദ് എന്നാൽ ഏകവചനം, മുസന്ന എന്നാൽ ദ്വിവചനം, ജംഅ് എന്നാൽ ബഹുവചനം. പൊതുവെ ഭാഷകളിൽ ഏകവചനം, ബഹുവചനം, സിംഗുലർ, പ്ലൂറൽ എന്നിങ്ങനെ 2 കാറ്റഗറികളാണ് ഉണ്ടാവുക. പക്ഷെ അറബി ഭാഷയിൽ 3 വിഭാഗങ്ങളാണ്: ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഒന്ന് എന്ന സംഖ്യയുടെ മേൽ അറിയിക്കുന്നതിന് ഏകവചനം എന്ന് പറയും. അതുപോലെ 2 വസ്തുക്കളുടെ മേൽ, 2 കാര്യങ്ങളുടെ മേൽ ഒക്കെ അറിയിക്കുന്നതിന് ദ്വിവചനം എന്ന് പറയും. പിന്നെ 2ൽ കൂടുതലാവുമ്പോഴാണ് പ്ലൂറൽ, ജംഅ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള എക്സാമ്പിളുകൾ സെന്റൻസിൽ പ്രയോഗിച്ചുകൊണ്ട് കൊടുത്തത് കാണാൻ പറ്റും. ഹളറൽ മുദർരിസു ഫിൽ ഫസ്ലി, ഹളറത്തിൽ മുദർരിസത്തു ഫിൽ ഫസ്ലി. ആ 2 സെന്റൻസുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹളറൽ മുദർരിസു, ഒരു അധ്യാപകൻ വന്നു, ഹാജറായി, ഫിൽ ഫസ്ലി, ക്ലാസ്സിൽ. പിന്നെ ഹളറത്തിൽ മുദർരിസത്തു ഫിൽ ഫസ്ലി, ഹളറത്തിൽ മുദർരിസത്തു ഫിൽ ഫസ്ലി, അധ്യാപിക ക്ലാസ്സിൽ ഹാജറായി. അവിടെ മുദർരിസത്ത് എന്ന് പറയുമ്പോൾ അവിടെ വ്യത്യാസം വരുന്നത് സ്ത്രീലിംഗവും പുല്ലിംഗവും എന്നുള്ള വ്യത്യാസമാണ്. 2ഉം ഏകവചനങ്ങളാണ്. മുദർരിസ് എന്ന് പറഞ്ഞാലും ഏകവചനമാണ്, മുദർരിസത്ത് എന്ന് പറഞ്ഞാലും ഏകവചനമാണ്. ഇനി അടുത്ത എക്സാമ്പിള്, ഹളറൽ മുദർരിസാനി ഫിൽ ഫസ്ലി. ഈ മുദർരിസാനി എന്നുള്ളത് 2 അധ്യാപകർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. മുദർരിസ് എന്ന പദത്തിൻ്റെ കൂടെ അലിഫ്, നൂന് ചേർന്ന് വന്നാൽ ആ ഏകവചനത്തെ നമുക്ക് ദ്വിവചനമാക്കി മാറ്റാൻ പറ്റും. മുദർരിസ്, മുദർരിസാനി. അതുപോലെ പിന്നെ ഖലമ്, ഖലമാനി, കിതാബുൻ, കിതാബാനി. ഇതൊരു വാക്കിൻ്റെയും കൂടെ അലിഫ് പ്ലസ് നൂന് ചേർത്താൽ നമുക്ക് എന്ത് ചെയ്യാം? ആ വാക്കിൻ്റെ ദ്വിവചന പദം കണ്ടെത്താൻ പറ്റും. മുദർരിസാനി. അതുപോലെ ഐഖൽതു നായിമൈനി, ഐഖൽതു ഞാൻ ഉണർത്തി, നായിമൈനി ഉറങ്ങിക്കിടക്കുന്ന 2 ആളുകളെ. നായിമുൻ എന്ന വാക്കിൻ്റെ ദ്വിവചനമാണ് നായിമൈനി. അപ്പോൾ അലിഫ് നൂന് അല്ലെങ്കിൽ യാ നൂന്, ഇത് 2 ചേർത്താലും നമുക്ക് എന്താക്കാൻ പറ്റും? ഈ ഏകവചനത്തെ ദ്വിവചനമാക്കി മാറ്റാൻ പറ്റും. ഒന്നുകിൽ അലിഫ് നൂന് ചേർക്കുക, അല്ലെങ്കിൽ യാ നൂന് ചേർക്കുക. അലിഫ് നൂന് ചേർക്കുന്നത് ആ വാക്ക് പിന്നെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന സന്ദർഭത്തിലാണ്. യാ നൂന് ചേർക്കുന്നത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുമ്പോഴാണ്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് അടുത്ത ബ്ലോക്കുകൾ പരിചയപ്പെടാം. ഇറാബിനെ കുറിച്ചും അതുപോലെ സെന്റൻസിന്റെ സ്ട്രക്ചറൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. ഇവിടെ ഇത്ര മനസ്സിലാക്കുക: ഏകവചനത്തെ ദ്വിവചനമാക്കാൻ ഒന്നുകിൽ അലിഫ് നൂന് ചേർക്കുക, അല്ലെങ്കിൽ യാ നൂന് ചേർക്കുക. മുദർരിസുൻ, മുദർരിസാനി, അല്ലെങ്കിൽ മുദർരിസുൻ, മുദർരിസൈനി, ജാലിസൈനി, നായിമൈനി, ഖാദിമാനി. ഇങ്ങനെയാണ് പിന്നെ മുസന്ന, ഒരു മുഫ്രദായ പദത്തെ മുസന്നയാക്കി മാറ്റുന്നത്. ഇനി അവിടെ ഹളറൽ മുദർരിസൂന ഫിൽ ഫസ്ലി, അധ്യാപകർ ക്ലാസ്സിലേക്ക് വന്നു. അവിടെ മുദർരിസൂന എന്നുള്ളത് മുദർരിസുൻ എന്ന വാക്കിൻ്റെ പ്ലൂറലാണ്. ഒരു പിന്നെ ഏകവചനത്തെ, അത് പുല്ലിംഗമാണെങ്കിൽ നാം അതിനെ ബഹുവചനമാക്കുന്നത് വാവ് നൂന് ചേർത്തുകൊണ്ടാണ്. പൊതുവെ മുദർരിസൂന, ജാലിസൂന, അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ ഹളറൽ മുദർരിസാത്തു, മുദർരിസത്തുൻ എന്ന ഏകവചനത്തെ, സ്ത്രീലിംഗമായിട്ടുള്ള ഏകവചനത്തെ
താ ചേർന്ന് വന്ന ഏകവചനത്തെ അതിനെ ജംആക്കാൻ, അതിനെ പ്ലൂറലാക്കാൻ വേണ്ടി മുദർരിസാത്തുൻ, മുദർരിസത്തുൻ, മുദർരിസാത്തുൻ അലിഫ് താ ചേർക്കുക. അതാണ് രീതി. നായിമാത്തുൻ, ഖായിമാത്തുൻ. അതുകൂടാതെ പ്ലൂറൽ ആക്കുന്നതിന് വേറെയും ചില രീതികളുണ്ട്. ഇപ്പോൾ ഹളറൽ റിജാലു, ഹളറൽ റിജാലു പുരുഷന്മാർ വന്നു. അവിടെ റജുല് എന്ന സിംഗുലർ പദത്തിന്റെ ബഹുവചനം റിജാൽ എന്നാണ്. അതുപോലെ കതബത്തുല്ലാബു ബിൽ അഖ്ലാമി, കതബത്തുല്ലാബു വിദ്യാർത്ഥികൾ എഴുതി, ബിൽ അഖ്ലാമി പേനകൾ കൊണ്ട്. അവിടെ തുല്ലാബ് എന്നുള്ളത് ത്വാലിബുൻ എന്ന സിംഗുലർ പദത്തിന്റെ പ്ലൂറലാണ് തുല്ലാബ്. അതുപോലെ കലം എന്നതിന്റെ പ്ലൂറലാണ് അഖ്ലാം. ഇത്തരം ബഹുവചനങ്ങളെ, അതായത് എന്തെങ്കിലും കൂട്ടിച്ചേർത്തുകൊണ്ട് സിംഗുലർ പദത്തിന്റെ കൂടെ വാവ് നൂന് അല്ലെങ്കിൽ യാ നൂന് അലിഫ് താ എന്നിവ ചേർത്തുകൊണ്ട് ജമ്മാക്കുന്ന പൊതുവായ രീതിക്ക് നിന്ന് അപവാദമായിട്ട് വരുന്ന ഇത്തരം ജമ്മുകളെ ജംഉ തക്സീർ എന്നാണ് പറയാ. അഖ്ലാം, കുത്താബ്, തുല്ലാബ്, റിജാല് പോലെയുള്ള ബഹുവചനങ്ങളെ ജംഉ തക്സീർ എന്നാണ് പറയാ. അപ്പൊ ഈ യൂണിറ്റിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ: ഒന്ന്, അലിസ്മു യൻഖസിമു ഇലാ സലാഹത്തി അഖ്സാമിൻ. ഇസ്മിനെ നമുക്ക് നമ്പർ ബേസ് ചെയ്തുകൊണ്ട് 3 വിഭാഗങ്ങളാക്കി തിരിക്കാം. ഒന്ന് മുഫ്രദ്, മുസന്ന, 1 മുഫ്രദ്, 2 മുസന്ന, 3 ജംഅ്. മുഫ്രദ് എന്നാൽ ഏകവചനം, മുസന്ന ദ്വിവചനം, ജംഅ് ബഹുവചനം. മുസന്നയെ കുറിച്ച് പറയുമ്പോൾ മുസന്ന എന്നുള്ളത് മാ ദല്ല അലാ ഷൈഅൈനി ഇസ്നൈനി, 2 കാര്യങ്ങളുടെ മേൽ അറിയിക്കുന്ന ഇസ്മിനെയാണ് മുസന്ന എന്ന് പറയുക. ഈ മുസന്ന ഉണ്ടാവുന്നത് ബിസിയാദത്തി അലിഫിൻ വനൂൻ, അലിഫ് നൂന് അധികമായിട്ട് കൊടുത്തുകൊണ്ടാണ്. ഏതൊരു വാക്കിൻ്റെയും കൂടെ അലിഫ് നൂന് ചേർത്തുകൊണ്ടാണ്. അല്ലെങ്കിലോ ഔ യാ ഇൻ വനൂനിൻ, അല്ലെങ്കിൽ യാ നൂന് ചേർത്തുകൊണ്ട്, ഫി ആഖിരിഹി, അത് ആ കലിമത്തിന്റെ, ആ വാക്കിന്റെ അവസാന ഭാഗത്ത്. വയുർഫഉൽ മുസന്ന ബിൽ അലിഫി, മുസന്ന ആയിട്ടുള്ള കലിമത്തുകൾക്ക് റഫ് ലഭിക്കുന്നത് അലിഫ് കൊണ്ടാണ്. അതായത് അലിഫ് നൂന് ചേർത്തുകൊണ്ടുള്ള മുസന്ന റഫ്ഇന്റെ സ്ഥാനങ്ങളിലാണ് വരിക. ഫായില്, അതായത് ഒരു ക്രിയയുടെ കർത്താവായിട്ട് മുസന്ന വരുന്ന സമയത്താണ് അലിഫോടുകൂടിയുള്ള മുസന്ന ഉപയോഗിക്കുന്നത്. ഇനി വയുൻസബു വയുജറു ബിൽ യായി, ഈ മുസന്നക്ക് നസ്ബ്, ജർ ഈ 2 ഇറാബുകൾ ലഭിക്കുന്നത് യാ കൊണ്ടാണ്. യാ നൂനോടുകൂടിയുള്ള മുസന്നയാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് നസ്ബിന്റെയോ ജറിന്റെയോ സ്ഥാനത്താണ്. ഉദാഹരണങ്ങൾ പുസ്തകത്തിൽ ധാരാളമായിട്ട് കാണാൻ പറ്റും. പിന്നെ വൽ ജംഉ, ജംഉ എന്നത് മാ ദല്ല അലാ അക്സരി മിൻ ഇസ്നൈനി, 2ൽ കൂടുതലുള്ള വസ്തുക്കളുടെ മേൽ അറിയിക്കുന്നതിനാണ് ജംഉ എന്ന് പറയുന്നത്. ഈ ജംഇനെ തന്നെ നമുക്ക് യൻഖസിമുൽ ജംഉ ഇലാ സലാഹത്തി അഖ്സാം, ജംഉ 3 വിധത്തിലാണ്. ഒന്നാമത്തത് ജംഉ തക്സീർ, പിന്നെ ജംഉ മുദക്കർ സാലിം, 3 ജംഉ മുഅന്നസ് സാലിം. ഇതിൽ ജംഉ തക്സീർ എന്ന് പറയുമ്പോൾ മാ ദല്ല അലാ അക്സരി മിൻ ഇസ്നൈനി ബിതഗയ്യുരി സൂറത്തി മുഫ്രദിഹി, അതായത് അതിന്റെ സിംഗുലർ പദം അതിൽ എക്സ്ട്രാ എന്തെങ്കിലും ചേർത്തുകൊണ്ട് ജമാക്കുന്നതല്ല, മറിച്ച് അതിൻ്റെ സിംഗുലർ ആയിട്ടുള്ള പദത്തെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആണ് അതിൻ്റെ ജമ്മു ഫോം ചെയ്യുന്നത്. ഇപ്പൊ റജുല്, റിജാൽ എന്ന് പറയുമ്പോൾ പിന്നെ റജുലിന്റെ കൂടെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചേർത്തുകൊണ്ട് അല്ല അവിടെ ജമ്മാക്കുന്നത്, മറിച്ച് റജുല് എന്ന പദത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് അവിടെ ജമ്മ് ഫോം ചെയ്യുന്നത്. റജുല്, റിജാല്. അതുപോലെ ത്വാലിബ്, തുല്ലാബ്. അതുപോലെ പിന്നെ
കിതാബ്, കുത്തുബ്, കലം, അഖ്ലാം ഇങ്ങനെയുള്ള ജമ്മുകളൊക്കെ സിംഗുലർ പദത്തെ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു ടേം ഉപയോഗിക്കുകയാണ്. ആ സിംഗുലർ പദത്തിന്റെ ഘടന അതേപടി നിലനിൽക്കുന്നില്ല. അതേസമയം ജമ്മു മുദക്കർ സാലിം എന്ന് പറയുമ്പോൾ ജമ്മു സാലിം എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയിട്ടുള്ള വേർഡ് അതേപടി നിലനിർത്തുകയും അതിൻ്റെ കൂടെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചേർക്കുകയും ചെയ്യുക, അതിൻ്റെ അവസാന ഭാഗത്ത് അഡീഷണൽ ആയിട്ട് ചേർക്കുകയും ചെയ്യുക എന്ന രീതിയാണ് ഉള്ളത്. അതാണ് ജമ്മു സാലിം. ജമ്മു മുദക്കർ സാലിം ആണെങ്കിൽ എന്താണ് ചേർക്കുക? വാവ് നൂന് ചേർക്കും, അല്ലെങ്കിൽ യാ നൂന് ചേർക്കും. ജമ്മു മുഅന്നസ് സാലിം ആണെങ്കിൽ അലിഫ് താ ചേർക്കും. മുദരിസത്തുൻ, മുദരിസാത്തുൻ, മുദരിസുൻ, മുദരിസൂന, മുദരിസീന ഒക്കെ പറയുമ്പോൾ വാവ് നൂന് അല്ലെങ്കിൽ യാ നൂന് ചേർക്കുന്നുണ്ട്. മുദരിസാത്ത് എന്ന് പറയുമ്പോൾ അലിഫ് താ ചേർക്കുന്നുണ്ട്. അപ്പോൾ മുദക്കറായ പദത്തെ വാവ് നൂന് ചേർത്തുകൊണ്ട് യാ നൂന് ചേർത്തുകൊണ്ട് ജമ്മാക്കുന്ന സമയത്ത് അതിനെ ജമ്മു മുദക്കർ സാലിം എന്ന് പറയും. ഒരു മുഅന്നസായ പദത്തെ അതിൻ്റെ അവസാന ഭാഗത്ത് അലിഫ് താ ചേർത്തുകൊണ്ട് ജമ്മാക്കുമ്പോൾ അതിനെ ജമ്മു മുഅന്നസ് സാലിം എന്ന് പറയും. ഈ രണ്ട് വിഭാഗത്തിലും പെടാത്ത ജമ്മുകളെ ജമ്മു തക്സീർ എന്നും പറയും. ജമ്മു തക്സീർ, ജമ്മു മുദക്കർ സാലിം, ജമ്മു മുഅന്നസ് സാലിം, ഇങ്ങനെയാണ് 3 വിഭാഗം ജമ്മുകൾ. ജമ്മു മുദക്കർ സാലിമിന്റെ ഇറാബ് വാവ് കൊണ്ടാണ് റഫ്, യാ കൊണ്ട് നസ്ബും ജറും. അതുപോലെ ജമ്മു മുഅന്നസ് സാലിമിന്റെ ഇറാബ് യുർഫഉ ജമ്മുൽ മുഅന്നസ് സാലിം ബിൽ ലമ്മത്തി, ലമ്മത്ത് കൊണ്ടാണ് ജമ്മു മുഅന്നസ് സാലിമിന് റഫ്. യുൻസബു വയുജറു ബിൽ കസ്റത്തി, അതിന്റെ നസ്ബും ജറും കസ്റത്ത് കൊണ്ടാണ്. സാധാരണഗതിയിൽ നസ്ബ് ഫത്ഹത്ത് കൊണ്ടാണെങ്കിൽ ജമ്മു മുഅന്നസ് സാലിമിന്റെ കേസിൽ നസ്ബ് കസ്റത്ത് കൊണ്ടാണ്. അത് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നാം പഠിച്ചത്. അതായത് ഇസ്മ എന്താണെന്ന് പറഞ്ഞു, ഇസ്മിന്റെ വിവിധ ഇനങ്ങൾ, ജെൻഡറിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇസ്മിനെ മുദക്കർ, മുഅന്നസ് എന്നിങ്ങനെ തരംതിരിക്കാം. അതിൽ അലാമത്ത് തഅനീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. താ മർബൂത്ത, അലിഫ് മംദൂദ, അലിഫ് മഖ്സൂറ. പിന്നെ നാം പറഞ്ഞത് അലാമത്തുകളില്ലാതെ തന്നെ മുഅന്നസാകുന്ന പദങ്ങൾ അറബി ഭാഷയിലുണ്ട്. അലാമത്ത് തഅനീസ് ചേർന്ന് വന്നാലും, സ്ത്രീലിംഗ അടയാളങ്ങൾ ചേർന്ന് വന്നാലും മുദക്കറായി പരിഗണിക്കുന്ന കലിമത്തുകളും അറബി ഭാഷയിലുണ്ട്. ഒക്കെ നാം ഉദാഹരണ സഹിതം പറഞ്ഞു. പിന്നീട് നാം കലിമത്തുകളുടെ മറ്റൊരു കാറ്റഗറൈസേഷൻ, നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അറബി ഭാഷയിലെ കലിമത്തുകളെ മുഫ്രദ്, മുസന്ന, ജംഅ്, ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഇങ്ങനെ തരംതിരിക്കാമെന്ന് പറഞ്ഞു. അതിൽ ഓരോന്നിൻ്റെയും മുസന്നയുടെ മുസന്നയുടെ അലാമത്തുകൾ, അതിൻ്റെ പദ ഘടന എങ്ങനെയാണെന്ന് പറഞ്ഞു. അലിഫ് നൂന് അല്ലെങ്കിൽ യാ നൂന് ചേർക്കുകയാണ് വേണ്ടത്. റഫിന്റെ സന്ദർഭത്തിൽ അലിഫ് നൂന്, നസ്ബിന്റെയും ജറിന്റെയും സന്ദർഭത്തിൽ യാ നൂന്. പിന്നെ ജംഇന്റെ അവസ്ഥ പറഞ്ഞു. ജംഅ് 3 വിധത്തിലാണ്: ജംഅ് മുദക്കർ സാലിം, ജംഅ് മുഅന്നസ് സാലിം, ജംഅ് തക്സീർ. ജംഅ് സാലിം എന്ന് പറയുമ്പോൾ സിംഗുലർ വേർഡ് അതേപടി നിലനിർത്തുകയും അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേർക്കുകയും ചെയ്യുക. ജംഅ് മുദക്കർ സാലിം ആണെങ്കിൽ വാവ് നൂന് അല്ലെങ്കിൽ യാ നൂന് ചേർക്കും. ജംഅ് മുഅന്നസ് സാലിം ആണെങ്കിൽ അലിഫ് താ ചേർക്കും. ഇങ്ങനെ സിംഗുലർ പദത്തിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ചേർക്കുക എന്ന രീതിക്ക് പകരം സിംഗുലർ വാക്കിന്റെ ആ ഒരു പദഘടനയെ അതിനെ താറുമാറാക്കിക്കൊണ്ട് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് വരുന്ന ജമ്മുകളെ എന്ത് പറയും? ജമ്മു തക്സീർ എന്ന് പറയും. റിജാല്, അഖ്ലാമ് പോലെ, തുല്ലാബ് പോലെയുള്ള വാക്കുകൾ, അതിനെ ജമ്മു തക്സീർ എന്ന് വിളിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂണിറ്റ് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ
ചർച്ച ചെയ്യാം.